ഈ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടരും. അതും കൂടെ അഴുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. 10 ദിവസം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും നാടകീയ നീക്കങ്ങൾക്കും ഒടുവിൽ വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രി. അപ്പൊ കുംഭം 3-ന് ഏട്ടന്റെ പട്ടാഭിഷേകം. കുംഭം 3-ന് ഏട്ടന്റെ പട്ടാഭിഷേകം. മുഖ്യമന്ത്രി പദവി സ്വപ്നം കണ്ട കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും നേരിട്ട് അനുനയിപ്പിച്ച ശേഷമായിരുന്നു പ്രഖ്യാപനം. ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ? നീ വിഷമിക്കേണ്ടി, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. തീരുമാനം വിശദീകരിച്ചപ്പോൾ ചെന്നിത്തല കടുത്ത തൃപ്തി അറിയിച്ചു. ഞാൻ ഇറങ്ങാം. ഇനി പുത്തേഴത്ത് ആര് ജനിച്ചാലും മരിച്ചാലും ഞാൻ ഇങ്ങോട്ടേക്കില്ല. എനിക്ക് പ്രത്യേകിച്ചിട്ട് പാർട്ടിക്ക് ഉപരിയായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാറില്ല. അപ്പൊ ചേട്ടന് യാതൊരു വിഷമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തീർന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചു. മാധ്യമപ്രവർത്തകരോട് അനൌദ്യോഗികമായി സംസാരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അതിനുശേഷം വീട്ടിലേക്ക് കയറിപ്പോയ രമേശ് ചെന്നിത്തല പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ എത്തിയിട്ടില്ല. അവര് വിക്സ് വാങ്ങാൻ പോയിക്കോളും. അപ്പൊ നമുക്ക് മുങ്ങാം. അമൽ, ചെന്നിത്തല ഇപ്പൊ എവിടെയുണ്ട്? പല പല അഭ്യൂഹങ്ങളുണ്ടല്ലോ. വീട്ടിൽ നിന്ന് ആരും അറിയാതെയാണ് അദ്ദേഹം മാറി നിന്നത്. കിരീടത്തിലെ മോഹൻലാൽ പോണല്ലേ? പാപ്പന് വിഷമായി. വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ അവിടെ നിന്നും രമേശ് ചെന്നിത്തല വീട്ടിൽ നിന്നും മാറി എന്നുള്ളതാണ്. ഫാസ്റ്റ് ട്രെയിൻ തന്നെ പിടിക്കണം, സമയമില്ല. എല്ലാം ഞാൻ വിശദമായി തിരിച്ചു എന്ന് പറയാം. പിന്നെ കാണാം. ഏറെ വൈകിയ പ്രഖ്യാപനത്തിൽ നിർണായകമായത് ജനവികാരവും ഘടകകക്ഷികളുടെ നിലപാടുകളും തന്നെ. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. പാർട്ടിയാണ് വലുത്, ജനങ്ങളാണ് വലുത്. ആ തീരുമാനത്തിനനുസരിച്ച് എന്റെ പാർട്ടി ലീഡർഷിപ്പിനെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നി. നമുക്ക് അടിച്ചു പൊളിക്കണം. ഇനി ഇങ്ങോട്ടൊക്കെ വരണം, ഞങ്ങൾ നോക്കിയിരിക്കും. തീർച്ചയായും. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയണം. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.